അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് രണ്ട് പൊള്ളമാർ. ഒന്ന് ഈ കുട്ടിയാണ് വലുത്, ഈ കുട്ടി ചെറുതാണ്. ഇത് ഒരു വയസ്സ് 1.5 വയസ്സിൻ്റെ വ്യത്യാസമുള്ളത്. ഓള് ചെറിയോള് ചെറുതായിട്ട് കാണുന്നത് വലിയോള്. ഇവർ രണ്ടുപേരും കണ്ണാണില്ല, ഉമ്മാക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്താക്കണം പറഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷേ ആരും കൂട്ടാക്കിയിട്ടില്ല. കാരണം അക്കൗണ്ട് നമ്പർ തെറ്റിപ്പോയി വന്നിട്ട് അത് ശരിയായിട്ടില്ല, എന്നിട്ട് കുറേ ആളതിൽ മടിച്ച്. അപ്പോൾ ഇപ്പോൾ നോമ്പാന്നിപ്പോൾ. ഈ നോമ്പിന് മക്കളെ നിങ്ങൾക്ക് എത്ര സഹായിക്കും? മക്കളെ ചോറ് വാടകേൻ്റെ വീട്ടിലാണെന്നുള്ളത്. ഉപ്പാക്കും അങ്ങനെ വലിയ സുഖം പോരാ. അങ്ങനെ പറഞ്ഞാൽ തലവേദന ഉണ്ടാകുന്നത്, എന്നിട്ടും പണിക്ക് പോകുന്ന ഡ്രൈവറെ പണിക്ക് പോയിട്ട് അങ്ങനെ ജീവിക്കുന്നത്. ഓർക്ക് ചിലവിന് നിങ്ങൾ ആരെന്ത് കൊടുക്കണ്ട, ഞങ്ങളെ പൈസ കാശിക്കുന്നില്ല. ഓൻ അതിൻ്റെ അങ്ങനെ അത്ര വലിയ തൊണ്ടൊന്നുമല്ല, അപ്പോൾ അത് ചെറിയ വയസ്സ്. ഓൻ കൈയും പോലെ നയിച്ചിട്ട് മക്കളെ പോരുന്നുണ്ട്. അപ്പോൾ എന്ത് പറഞ്ഞാൽ ഈ പുള്ളർക്ക് ഒരു പുര വേണം മക്കളെ. ഒരു 20-25 ലക്ഷം ഉറുപ്പിക എല്ലാം ചെറിയൊരു പുര ആവില്ല. ജാഗയാണോ പുരയാണോ ഇല്ലെങ്കിൽ ആവില്ല. അപ്പോൾ എന്താ പറഞ്ഞാൽ കുറേ അള്ളി സൈഡിൽ പറ്റില്ല, കുറച്ച് അരിത്തിന് പിന്നെ ബസ് പോകുന്ന വരുന്ന ജാഗയിലാണ് നമുക്ക് പുര വേണ്ടത് അവർക്ക്. അപ്പോൾ അള്ളാഹുവിനും റസൂലിനും വിചാരിച്ചിട്ട് നിങ്ങൾ സഹായിക്കും മക്കളെ. ആർക്കും മക്കളെ നമുക്ക് കൊടുക്കുന്നത് എന്ത് വിചാരിച്ച് നമ്മൾ ബായി സംസാരിക്കുന്ന കണ്ണുണ്ട്, ചെവിയുണ്ട്, എല്ലാം ഉണ്ട്. ഈ മക്കൾക്ക് എന്തുണ്ടത് ചിന്തിക്കറോ? ഈ മക്കൾക്ക് എന്തുള്ളത്? എന്തെല്ലാം പുറം ലോകം കാണാൻ വേണ്ടി എത്ര ആഗ്രഹം ഉണ്ടാവും ഉമ്മക്കും. മക്കളോട് സംസാരിക്കാനും മക്കളോട് മുണ്ടാനെല്ലാം എത്ര ആശ ഉണ്ടാവും. ഈ രണ്ട് പിള്ളേർക്ക് ഉമ്മാനെ നോക്കാൻ എത്ര ആശ ഉണ്ടാവും. ചിന്തിക്കും മക്കളെ, നമുക്ക് ആരുണ്ടത്? ഈ അള്ളാഹിൻ്റെ റസൂലിനെ വിചാരിച്ചിട്ട് പാവങ്ങളെ സഹായിക്കും. ഈ നോമിൻ്റെ പൈസ കൂടി കൊടുക്കും മക്കളെ. അവർക്ക് എത്രയോ ആൾക്ക് 70 ലക്ഷം, ഒരു 10 ലക്ഷം 15 ലക്ഷം രൂപ വേണ്ടിടത്തേക്ക് 80 ലക്ഷം 70 ലക്ഷം എല്ലാം. അന്നേരം അത് ഇന്ന് വേണ്ടത്ര ഓർക്ക് കൊടുത്തിട്ട് ബാക്കി വേറെ പിന്നെ ഫണ്ട് വേറെ ആൾക്ക് മാറ്റുന്നു. ഇതങ്ങനെയല്ല. ഒരു 20-25 ലക്ഷം ഉറുപ്പ് ഉണ്ടെങ്കിൽ ചെറിയൊരു പരാവില്ല. ഈ കുഞ്ഞോക്ക് കൊടുക്കും മക്കളെ. നമ്മളെല്ലാം വിധി എന്ത്? ഞമ്മയെല്ലാം സംസാരിക്കുന്നത്, നമുക്ക് കണ്ണുണ്ട്, നമ്മൾ ചെവിയുണ്ട്, എല്ലാം ഉണ്ട്. ഈ മക്കൾക്ക് എന്താണ് നോക്കിയാൽ എന്ത് ആഗ്രഹം ഉണ്ടാവും? ആ ഉമ്മ കണ്ണും ഇത് ചുവടാക്കാതെ പിന്നെ ഇത് സംസാരിക്കാതെ ഉമ്മ ഈ മക്കളെടുത്ത് ഈ പെണ്ണാന്ന് ഈ പണി നോക്കുന്നത്. ഇങ്ങനെ തപ്പിയിട്ട് ഇത് പറവിയിലുള്ളതല്ലേ, ഇപ്പോൾ തപ്പിയിട്ട് പോയിട്ട് ആ കുഞ്ഞിനെ കണ്ടു ജോളെ കക്കുതിലെ കൊണ്ടുവന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ചോറ് അങ്ങോട്ടും തന്നെ ശരിയാക്കുന്നത്. ഉമ്മാക്ക് എല്ലാ പണിയെടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് എല്ലാവരും സഹായിക്കും മക്കൾ. അള്ളാഹുവിനും റസൂലിനും വിചാരിച്ചിട്ട് പാപം വിചാരിച്ച് എത്രയോ പൈസ നമ്മൾ അന്ന് പ്രളയം വന്നിട്ട് നമ്മൾ ഏറെല്ലാം എത്ര കോടി ഉറുപ്പ നമുക്ക് ചിലവിട്ടിന്. ഈ പൈസ അങ്ങ് കൊടുത്തില്ല, പിന്നെ ആർക്കും മക്കളെ കൊടുക്കുന്നത്? നമ്മളെല്ലാം സമ്പാദ്യം എന്തിനു മക്കളെ? ഒരു രോഗം വന്നെങ്കിൽ മതി 1 ലക്ഷം ഉറുപ്പ തീരും, 2 ലക്ഷം ഉറുപ്പ തീരും. ആ മനുഷ്യൻ നമുക്കൊരു 500 1000 ഇങ്ങനെ 1000 കൈ നാൾ ചെറിയ പൈസ കിട്ടങ്ങനെ ആയില്ലേ. എൻ്റെ പേജിൽ തന്നെ 10,000 ആളുണ്ട് ഫേസ്ബുക്കിൽ. ആരെങ്കിലും ഉത്സാഹിച്ചിരുന്ന കയത്ര ആക്കി കൊടുക്കും മക്കളെ. ഈ റമദാൻ മാസം നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും, ഈ പാപങ്ങളെ സഹായിച്ചവർക്കും നമുക്ക് എല്ലാവർക്കും ദുനിയാവും ആഖിറവും അല്ലാഹു രക്ഷപ്പെടുത്തിട്ട് മരിച്ചുപോയ മൂമിനാത്തുകൾക്ക് അള്ളാഹു പുറത്ത് കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാസർഗോഡ് നിന്ന് ഇർട്ടി മുഹമ്മദ്.